നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പോഴേ പറഞ്ഞാൽ ഇല്ലാതായി പോവും. അതെ, നേരിട്ടറിയുന്നതാ നല്ലത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. വിശ്വനാഥ സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. ഏതായാലും ഞാൻ പോയി വിശ്രമിക്കട്ടെ, പിന്നെ സംസാരിക്കാം. ആരാ കൊച്ചേ? നീയാണോ ഇവിടെ വന്ന പുതിയ ആള്? ഒന്ന് തിരിഞ്ഞ് മുഖം ഒന്ന് കാണട്ടെ. അല്ല, എനിക്ക് അറിയാവുന്നൊക്കെ പറയുന്നു. ഏത് കുട്ടിയാണെന്ന് നോക്കണ്ടേ? ദുഷ്ടേ, നീയോ? അതെ മീനാക്ഷിയമ്മേ, ഞാൻ മീനാക്ഷിയമ്മ അമ്പലത്തിൽ പോയിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞു. പുറത്തിറങ്ങടി. മീനാക്ഷിയമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. പുറത്തിറങ്ങാൻ പറഞ്ഞാ പൊയ്ക്കോളണം. കടന്നു പോ. മീനാക്ഷി അമ്മയുടെ സ്വഭാവം നിനക്ക് പണ്ട് മുതലേ അറിയാലോ. ഇറങ്ങി പൊയ്ക്കോ. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു മീനാക്ഷിയമ്മ. നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞോ? എന്നാ ഞാൻ നിന്നോട് പറയുന്നത് നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങണി. ഇറങ്ങടി അങ്ങോട്ട്. വാ, ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വരാൻ. മീനാക്ഷി സാറേ, സാറും കൂടെ അറിഞ്ഞോണ്ടാണോ ഈ മഹാഭാവിയെ ഈ പുണ്യസ്ഥലത്ത് നിർത്താൻ നോക്കിയത്? ഇവിടെ ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ പറ്റില്ല. വാടി. അയ്യോ മീനാക്ഷിയമ്മ, നിൽക്കും മീനാക്ഷി. പ്രിയയുടെ കൈവിട്. വിടാൻ. അമ്മേ, ഇവളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചത് ഞാനാ. ഇവളെ പറഞ്ഞയക്കാൻ എനിക്കേ അവകാശമുള്ളൂ. ഇവളുടെ കാര്യത്തിൽ ഞാനാ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇവൾ ഇവിടെ തന്നെ നിൽക്കും, ഇവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം. അല്ല, എന്നാ ഞാൻ ഇവിടുന്ന് പോകാം. ഇവിടെ ആരും പോകണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പോകേണ്ടവർക്ക് പോകാം. അത് ഞാൻ പറയുന്നില്ല. ഇതെന്ത് പാട്? അപ്പൊ ഇവളിവിടെ നിർത്തും, ഞാൻ പോകണം അല്ലേ? ഞാൻ മീനാക്ഷിയോട് പോകാൻ പറയില്ല. മീനാക്ഷി സ്നേഹസദനത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാ. മീനാക്ഷിക്ക് സ്നേഹസദനം വേണ്ടെങ്കിൽ മീനാക്ഷിക്ക് പോകാം. സാറേ, ഇവളെ കുറിച്ചുള്ള കാര്യങ്ങൾ സാറിന് അറിയാലോ. എല്ലാം അറിയാം, അതുകൊണ്ടാണല്ലോ ഇവിടെ നിർത്തിയത്. ഇവള് സാറിനോട് കാണിച്ച ചതികൾ അറിയില്ലേ? അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പൂജമോളോട് കാണിച്ച ക്രൂരതകൾ അറിയില്ലേ? അതും അറിയാം, പൂജയ്ക്കും അറിയാം. അതുകൊണ്ടാണല്ലോ പൂജ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്. സാറേ, ജയിലിൽ കിടന്ന കുറ്റവാളിയല്ലേ ഇവള്? കുറ്റവാളിക്കെന്താ നന്നായിക്കൂടെ? രാമായണം എഴുതിയ വാൽമീകി ഒരു കൊള്ളക്കാരനായിരുന്നില്ലേ? ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം സ്നേഹസദനം ഇത്രയും പുരോഗമിച്ചോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മീനാക്ഷി വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും മീനാക്ഷിക്ക് വൈകാതെ മനസ്സിലാകും. അമ്മേ, ഞാനിപ്പോ ഒരു സന്യാസ ജീവിത ജീവിക്കുന്നത്. സമാധാനത്തോടുള്ള ജീവിതവും സമാധാനത്തോടുള്ള മരണവും എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരു മരണം വേണമെങ്കിൽ ഈ ആശ്രമത്തില് എനിക്ക് എൻ്റെ അച്ഛനോടൊപ്പം ജീവിക്കണം. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള വെറും ഒരു ഓട്ടപ്പാച്ചിലാണ് ഈ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുന്നു മീനാക്ഷി അമ്മ. നമ്മൾ ഓരോരുത്തരും ദൈവങ്ങളാ, നമ്മൾ ഓരോരുത്തരും പിശാചുക്കളുമാണ്. മീനാക്ഷി അമ്മ അമ്പലത്തിൽ പോയില്ലേ? വെറുതെയാണ്. മീനാക്ഷി അമ്മ ഇവിടെ ഏകാന്തമായിരുന്ന് മീനാക്ഷി അമ്മയെ തന്നെ നോക്കിയാൽ മതി, ദൈവത്തെ കാണാം. ഒരാൾ എന്നും ദുഷ്ടനുമല്ല, ഒരാൾ എന്നും നല്ലവനുമല്ല. നമ്മളൊക്കെ വെറും സഹയാത്രികർ മാത്രം.
അയ്യോ, എന്തൊക്കെയാ വസന്ത ഞാൻ ഈ കാണുന്നത്? മല്ലിക, എന്താണിത്? മനുഷ്യൻ ഇങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോവോ? എനിക്കൊന്നും അറിയില്ല അമ്മേ. അമ്മേ ഇങ്ങ് വന്നേ. അതെ, നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ വ്യക്തത അറിയാനുണ്ട്. അതിന് ചില പ്ലാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അമ്മയോട് വിശദമായിട്ട് പറയാം കാര്യങ്ങളൊക്കെ. സ്നേഹ, അഖിൽ, അമ്മ, നമ്മൾ തീരുമാനിച്ച പോലെ അടുത്ത ഘട്ടം തുടങ്ങുക. ആദ്യം വേണ്ടത് ഡോക്ടറിന്റെ സത്യസന്ധത ഉറപ്പിക്കല. പൂജിച്ചി, ഞാനും അഖിലും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങള് ഡോക്ടറെ ഒന്ന് കാണാൻ പോവാ. എന്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടതിന് ശേഷം അറിയിക്കാം. അങ്കിൾ, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. അങ്കിൾ പറഞ്ഞോ. പൂജ, അമ്മ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ വിവരം പറയാനാ ഞാൻ വിളിച്ചത്. മീനാക്ഷി അമ്മ വന്നെന്നോ? അതെ, വന്നു പൂജ. ഇന്നാ എത്തിയത്. ആ വിവരം എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കണേ. ആ ശരി അങ്കിൾ. അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ. പറയാം. ആ പിന്നെ പൂജ, അവിടെ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാണോ? സ്വാതിയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ ഡോക്ടറിനെ കാണാൻ പോകുന്ന കാര്യം പറയായിരുന്നു. അപ്പോഴങ്കിളുടെ ഫോൺ വന്നേ. എന്തായാലും മീനാക്ഷി അമ്മ വന്ന സ്ഥിതിക്ക് മധു ആന്റിക്ക് സ്നേഹസദനത്തിൽ എത്താനുള്ള വഴി തെളിയും. ഓക്കെ അങ്കിൾ, നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. ഓക്കെ പൂജ. ആന്റി, മീനാക്ഷി അമ്മ സ്നേഹസദനത്തിൽ തിരിച്ചെത്തി. മധു ആന്റിക്ക് സ്നേഹസദനത്തിൽ കയറാൻ ഒരവസരം ഒരുങ്ങുന്ന എന്റെ മനസ്സ് പറയാ. മീനാക്ഷിയമ്മയുടെ ഉള്ളിൽ ഇനി മധുവിനോട് ദേഷ്യം വല്ലതും ഉണ്ടാവോ? ഏയ്, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ അമ്മേ. ഇപ്പൊ എന്ത് പണക്കാ അല്ലേ മധു? പിന്നല്ലാതെ എനിക്കും അമ്മയ്ക്കും ഇപ്പൊ ഒരു വഴക്കുമില്ല. അതുമല്ല, ചട്ടിയും കലവും ആവുമ്പം തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പണ്ട് മുതലേ ഇതൊക്കെ കേൾക്കുന്നതല്ലേ. പൂജേച്ചി പറഞ്ഞതുപോലെ മീനാക്ഷി അമ്മയുടെ കെയർ ഓഫിൽ മധു ആന്റിക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റും. പ്രിയയുമായി കമ്പനിയായ അവളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം കിട്ടും. ആ, എന്നാ പിന്നെ വൈകണ്ട മധു, ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്നാലോ? അയ്യോ അമ്മേ, അങ്ങനൊന്നും വേണ്ട. നമുക്ക് ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങണം. വസന്തനങ്ങൾ വരട്ടെ. സ്നേഹസദനത്തിലെ അന്തരീക്ഷം എന്താണ്, വിശ്വനാഥൻ അച്ഛന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് അറിയാലോ. അതെ, നിങ്ങൾ ഇപ്പോഴേ സംശയങ്ങളൊന്നും ചോദിക്കണ്ട. അതെ. അപ്പോ സ്നേഹ, അഖിൽ, നമുക്ക് ആ ഡോക്ടറെ എങ്ങനെയൊക്കെ ഡീല് ചെയ്യാമെന്ന് ഒന്ന് വിശദമായിട്ട് ആലോചിക്കണം. ആ ശരി. സാർ എങ്ങോട്ട് പോകുന്നു? എനിക്കൊരാളെ കാണാനുണ്ട് വസന്ത. ആരെയാണ് സാർ കാണാൻ പോകുന്നത്? അല്ല, ദൂരെയാണെങ്കിൽ സാർ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. കുറച്ച് ദൂരെ തന്നെയാ പോകുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകണം വസന്ത. സാറേ, നല്ല ട്രാഫിക്കൊക്കെ ഉള്ളതാ. റോഡ് മുറിച്ച് കിടക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഞാനും കൂടെ വരാം സാർ. ഒന്നും വേണ്ട വസന്ത. വസന്തൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. എന്താണ് വസന്ത ഒരു തർക്കം? അല്ല, സാർ എവിടെയൊക്കെയോ യാത്ര പോവുകയാണ്. സ്ഥലം ചോദിച്ചിട്ട് പറയുന്നില്ല. സാറിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. അയ്യോ, വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് വിടണ്ട സാറേ. വസന്തം കൂടെ വരും.